മക്കളെ, നമ്മുടെ കേരളത്തിലേക്കുള്ള അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഇന്ന് 4-ാം തീയതി, ഇന്ന് രാത്രി 11:59 വരെയൊക്കെയുള്ളൂ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷന് സമയമുള്ളൂ. ആദ്യഘട്ട അലോട്ട്മെന്റ് 5-ാം തീയതി പ്രൊവിഷണൽ വരും, 6-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് വരും. നമുക്ക് 4 ഘട്ടങ്ങളായിട്ടാണ് ഈ അലോട്ട്മെന്റുകൾ നടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ്, അത് കഴിഞ്ഞാൽ പിന്നെ മോപ്പപ്പ് ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രേ വേക്കൻസി. ഇങ്ങനെ 4 അലോട്ട്മെന്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇതിൽ ആദ്യ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നും കൂടെ ഉള്ളൂ. പല കുട്ടികളും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വൈകിപ്പോയ ആളുകളുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു അവസരം നോക്കി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് MBBS-ലേക്കാണെങ്കിലും BDS-ലേക്കാണെങ്കിലും നിങ്ങൾ സെലക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഇന്ന് നമുക്ക് രാത്രി 11:59 വരെയൊക്കെയുള്ളൂ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, പല കുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഓൾ ഇന്ത്യയിലേക്ക് തന്നെ 2ാമത്തെ അലോട്ട്മെന്റിൽ നമുക്ക് ഫ്രഷ് എൻട്രി ഉണ്ട്, ദെൻ 3ാമത്തേലുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലെ കേരളത്തിൽ ഇങ്ങനെ ഒരു എൻട്രിയും ഇല്ല. നമ്മൾ ഇപ്പൊ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. പുതിയതായിട്ട് നമുക്ക് 2ാമത്തെ അലോട്ട്മെന്റ് ആവുന്ന സമയത്ത് പുതിയതായിട്ട് നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും പറയാണ്, നമുക്ക് ഇന്നും കൂടെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ MBBS-ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് MBBS മാത്രം കൊടുത്താൽ മതി. അതിൽ തന്നെ ഗവൺമെന്റ് മാത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഗവൺമെന്റ് മാത്രം കൊടുത്താൽ മതി, സെൽഫിലേക്ക് കൊടുക്കണ്ട. ഇപ്പൊ നിങ്ങൾ ചിലപ്പോഴും MBBS-ന് ഗവൺമെന്റിൽ പോകാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുള്ളൂ. ഗവൺമെന്റിൽ 23,000-ഓളം രൂപയാണ് ഓരോ വർഷത്തിലും ഫീസ് വരുന്നത്. സെൽഫ് ഫിനാൻസിംഗിലേക്ക് പോകുമ്പോൾ അത് 8 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ്, അത്രത്തോളം ഫീസ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് അവിടുത്തെ സ്പെഷ്യൽ ഫീ ആയിട്ടുണ്ടാവും. ഈ സ്പെഷ്യൽ ഫീ കൂടാതെ വീണ്ടും നമുക്ക് മുന്നിൽ വലിയൊരു ഫീ വരികയാണ്, ചിലപ്പോൾ ഹോസ്റ്റൽ മെസ്സൊക്കെ ആയിട്ട്. എല്ലാം കൂടെ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപയോളൊക്കെ പല കോളേജുകളിലും ആവുന്നുണ്ട്. ചിലത് 10 ലക്ഷം കഴിഞ്ഞ് മുന്നോട്ടേക്കും പോകും. ഇതൊരിക്കലും ഒരു വർഷത്തെ ഫീസ് അല്ല എന്നുള്ളത് പാരന്റ്സ് ഓർക്കുക. നമുക്ക് 5 വർഷങ്ങളിൽ ഇതേ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോഴും നിങ്ങൾക്ക് സെൽഫിൽ ആദ്യം തന്നെ അലോട്ട്മെന്റ് കിട്ടുകയാണ്. അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെൽഫിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫീസ് അടയ്ക്കേണ്ടി വരും. എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അത്രയും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും, നമുക്ക് ആദ്യം സെൽഫിലാണ് കിട്ടുന്നെങ്കിൽ. ഓക്കെ, എന്നിട്ട് മാത്രമേ നമുക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാക്കി എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതിന് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന പലപ്പോഴും പല കുട്ടികളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണെങ്കിൽ അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് 10ഓളം മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. നമുക്കറിയാം 12 മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞ് 20ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ഇതൊക്കെ MBBS-ന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെന്റലിലേക്ക് വരുമ്പോൾ 6 ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളുണ്ട്, അത് കഴിഞ്ഞ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. ഇത്രയും കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വെറ്റിനറി ആഗ്രഹിക്കുന്നുണ്ട്, ആയുർവേദം ആഗ്രഹിക്കുന്നുണ്ട്, ഹോമിയോ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമയമായിട്ടില്ല, അതിന് ഇനിയും സമയമുണ്ട്. നമ്മളിപ്പോഴ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും MBBS-ന്റെയും BDS-ന്റെയും അലോട്ട്മെന്റ് ആണ്. ആരെങ്കിലും ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇതിൽ ഞാൻ ആദ്യം പറയാനുള്ള കുറച്ച് കാര്യം, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോളേജ് ആയിരിക്കണം, കോഴ്സ് ആയിരിക്കണം ആദ്യം കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ചിലപ്പോൾ 1500 റാങ്കേ ഉള്ളൂ. നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റാണ് ആഗ്രഹിക്കുന്നത്, അവിടുത്തെ MBBS, ഉറപ്പായിട്ടും ഓപ്ഷൻ 1 അത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ താഴത്തേക്ക് കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ തീരെ ആഗ്രഹിക്കുന്നില്ല ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS കൊടുക്കാൻ, അങ്ങനെയാണെങ്കിൽ അവിടെ ആ കോളേജിൽ ഒരിക്കലും നിങ്ങൾ ആ കോഴ്സ് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു കോഴ്സ്, ആഗ്രഹിക്കാത്തൊരു കോളേജ് ഒരിക്കൽ പോലും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നിങ്ങൾ അവസാനത്തെ ഓപ്ഷൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഓപ്ഷൻസ് മാത്രം കൊടുക്കുക. ഏറ്റവും റാങ്കുള്ള കുട്ടികളെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾ പരിഗണിച്ച് പോകും. നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കി അത് നിങ്ങൾക്ക് കിട്ടൂല, ഓക്കെ, 2ാമത്തെ ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെ പോയി ചിലപ്പോൾ 10ാമത്തെ ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ അലോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ 5-ാം തീയതി പ്രൊവിഷണൽ വരും, 6-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് വരും, 7-നും 12-നും ഇടയിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്. നിങ്ങൾ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റും കൂടെ നോക്കുക. നിങ്ങൾക്ക് ഏതാണോ നല്ല കോളേജ് കിട്ടിയത്, ഏത് അലോട്ട്മെന്റുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. കേരളത്തിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തേ പറ്റും. ഇതിന് നമ്മൾ എന്ത് ഫീസ് അടയ്ക്കണമെന്നല്ലേ, അലോട്ട്മെന്റിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ്, നിങ്ങളിപ്പോൾ ജനറൽ കാറ്റഗറിയാണ്, OBC ആണ്, നിങ്ങൾ 5000 രൂപ ഫീസ് എൻട്രൻസ് കമ്മീഷന്റെ ഇതിലേക്ക് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾ OEC കാറ്റഗറിയിൽ വരികയാണ്, ധീവര കാറ്റഗറിയിൽ വരികയാണ്, നിങ്ങൾ കുശവൻ, അതുപോലെ തന്നെ കുടുംബി, നിങ്ങൾ SC കാറ്റഗറി, ST കാറ്റഗറി, ഇതിലൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ
നിങ്ങൾക്ക് 500 രൂപ മാത്രമേ ഫീസ് അടയ്ക്കേണ്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഫീ കൺസെഷനിൽ വരുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് 500 രൂപ അടച്ചാൽ മതി. ബാക്കി 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് തിരിച്ചു കിട്ടുമോ, ഞാൻ അലോട്ട്മെന്റിൽ വന്നില്ലെങ്കിൽ ഇത് എന്താകും? നിങ്ങളുടെ ഫൈനൽ ലാസ്റ്റ് അലോട്ട്മെന്റ് ഒരു പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഈ ഫീസ് നിങ്ങൾക്ക് ഫെബ്രുവരി 2026 നിങ്ങൾക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും. ഉറപ്പായിട്ട് ഇത് ആരും കൊണ്ടുപോകില്ല, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനി നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാലോ ഈ ഫീസ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫീസ് മാത്രം മക്കൾ അടച്ചാൽ മതിയാവും. അപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് 23,000 സംതിങ് എമൗണ്ട് ആണ് നമ്മൾ അടക്കേണ്ടി വരുന്നത്. ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ 20,000 സംതിങ് ആണ് ഓരോ വർഷത്തേക്ക് നമ്മൾ അടക്കേണ്ടി വരുന്നത്. ഇത് സെൽഫ് ഫിനാൻസിങ് BDS ആണെങ്കിലും 3,30,000 സംതിങ് ആണ് അടക്കേണ്ടി വരുന്നത്. സെൽഫ് ഫിനാൻസിങ് MBBS ആണെങ്കിലും ഓരോ വർഷമാണ് 8 ലക്ഷത്തി സംതിങ് മുതൽ 9 ലക്ഷത്തിന് അടുത്ത് വരേക്ക്. അത് ഓരോ കോളേജിനനുസരിച്ച് വേരി ചെയ്യുന്നത്. അതിനനുസരിച്ച് ഓരോ കോളേജിലും സ്പെഷ്യൽ ഫീല് വ്യത്യാസങ്ങളുണ്ട്. അത് കൂടാതെ ഹോസ്റ്റൽ മെസ്സിൽ വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അതത് കോളേജുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ നിർബന്ധമായിട്ടും നമുക്ക് ഏത് കോളേജിൽ നമ്മൾ അലോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ആ ഫീസ് അടയ്ക്കേണ്ടി വരും. ആ ഫീസ് നമ്മൾ എൻട്രൻസ് കമ്മീഷന്റെ ഇതിലേക്കാണ് നമ്മൾ ഫീ അടയ്ക്കുന്നത്, അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. ആ ഫീസ് അടച്ചിട്ട് നമുക്ക് അലോട്ട് ചെയ്യപ്പെട്ടേക്കുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അവസാനം നിങ്ങളത് സേവ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ടും കൂടെ എടുത്തിട്ട് മക്കൾ സൂക്ഷിക്കണം. നിങ്ങളോട് വീണ്ടും പറയാം, നിങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടാത്ത ഒരു കോളേജിൽ പോലും നിങ്ങൾ ഒരു കോളേജോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സിനോ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഓപ്ഷനിൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. എപ്പോഴും ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏറ്റവും വേണ്ട കോളേജ്, ഏറ്റവും വേണ്ട കോഴ്സ് അതായിരിക്കണം ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. അവിടെ കിട്ടൂലായിരിക്കാം, പക്ഷെ എന്നാലും ശരി അതായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, നിർബന്ധമായിട്ടും അത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മുന്നേക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയാ, ഈ BPL കാർഡിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഫീ കൺസെഷനൊക്കെ ഉണ്ടായിരുന്നു 5 വർഷങ്ങൾക്ക് മുന്നേ. അതിപ്പോഴും വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾക്കൊക്കെ ഇപ്പോഴും സെൽഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾക്കൊക്കെ ആ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന്. നിങ്ങൾ ആദ്യത്തെ ഫീസ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഫീസ് ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഇപ്പോഴും പല കോളേജുകളിലും അത് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വ്യക്തത വരുന്നതിന് മുന്നേ തന്നെയാണ് നമ്മൾ അലോട്ട്മെന്റ് നടക്കുന്നത്. ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ അതും കൂടെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. ഇനി ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾ 30 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ 10ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടി, അങ്ങനെയാണ് താഴത്തെ ബാക്കിയുള്ള 19 ഓപ്ഷൻസ് 20 ഓപ്ഷൻസും ക്യാൻസൽ ആയി പോകും. അത് പിന്നെ ആ കോളേജുകൾ പിന്നെ പരിഗണിക്കില്ല, മുകളിലേക്കുള്ള കോളേജുകളെ പരിഗണിക്കും. മക്കളെ, ഇനിയും ആരെങ്കിലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഫീസ് കാര്യങ്ങൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വേഗം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നാളെ വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങളുടെ സീറ്റ് ഉണ്ടാവട്ടെ. ഓക്കെ മക്കളെ.